ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു സൂപ്പിന്റെ വീഡിയോ ഒന്ന് നോക്കാം. ഇത് ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. മത്തങ്ങ തക്കാളിയും കൂടെ വെച്ചിട്ടുള്ള ഒരു സൂപ്പാണ്. നമുക്ക് വയറ് നല്ല ഫുള്ളായിട്ടിരിക്കുന്ന പോലെ ഇരിക്കും. ഒരു 4 to 5 hours വിശക്കത്തില്ല. ഡയറ്റിംഗ് ടൈമിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പ് റെസിപ്പി. പെട്ടെന്ന് സിമ്പിളായിട്ട് ഒരു 5 minutes റെഡിയാക്കാം. അപ്പോൾ വീഡിയോയിലൂടെ പോയി നോക്കാം. ഓക്കെ. അപ്പോൾ ഈ സൂപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം മത്തങ്ങ. ഇതിൻ്റെ ഒരു കാൽഭാഗം എടുത്താലും മതിയേ ഒരു നേരത്തേക്ക്. അപ്പോൾ നിങ്ങൾ രാവിലെ സൂപ്പ് ഉണ്ടാക്കി വൈകിട്ട് തന്നെ കഴിക്കാനാണ് ഉദ്ദേശിച്ചെങ്കിൽ ഒരു ഹാഫ് എടുക്കുക. അപ്പോൾ മത്തങ്ങ വന്നിട്ട് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴുകിയെടുത്തു. എന്നിട്ട് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഒരു തക്കാളി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് ഒരു 4-5 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി കൂടെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് നമ്മൾ ഒരു 5-6 ഡ്രോപ്സ് ഓയിൽ ഒഴിക്കുക. നിറയെ എണ്ണ ഒഴിക്കരുത്, ഒരു 4-5 ഡ്രോപ്സ് മാത്രം ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കുക. അതിനുശേഷം ഈ മത്തങ്ങയും തക്കാളിയും കൂടെ കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒരു ഗ്ലാസ് വെള്ളവും ആവശ്യത്തിനുള്ള ഒരു 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കുക. അപ്പോൾ ഞാൻ പാനിൽ നമ്മൾ വേവിക്കുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് ടൈം ആകും. അപ്പോൾ ഞാൻ വിചാരിച്ചു കുക്കറിലോട്ട് മാറ്റിയിട്ട് 2 വിസിലെടുക്കാമെന്ന്. ആദ്യമേ തന്നെ നമുക്കിത് കുക്കറിൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ. കുക്കറിലെ ഇഞ്ചി വെളുത്തുള്ളി വഴറ്റിയിട്ട് മത്തങ്ങ ഇട്ടിട്ട് പിന്നെ വെള്ളമൊഴിച്ച് ഉപ്പിട്ട് വേവിച്ചാൽ മതി. 2 വിസിലെടുത്താൽ മതി. ഞാനിത് മറന്നുപോയത് കൊണ്ടാണ്. കുക്കറിലാണ് എളുപ്പം നമുക്ക്. അപ്പോൾ ഇതൊരു 2 വിസിൽ വന്ന പുറകെ ഗ്യാസ് ഓഫ് ചെയ്ത് അത് തണുത്താറുന്ന വരെ വെയിറ്റ് ചെയ്യുക. പിന്നെ ഈ മത്തങ്ങയുടെ ഗുണങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വൈറ്റമിൻ സി, ഫൈബർ റിച്ചാണ്. അതുപോലെ പ്രോട്ടീൻ ഒരു 1% ഉണ്ട്. പിന്നെ വളരെ കലോറി കുറഞ്ഞ ഒരു ഫുഡാണിത്. പിന്നെ പക്ഷെ നമ്മൾ ഈ സൂപ്പിൽ ഞാൻ 1 ടീസ്പൂൺ 1/2 ടീസ്പൂണോളം ഇടുന്നുള്ളു. ഒരു 1/2 ടീസ്പൂൺ റാഗിപ്പൊടി ഇടുന്നുണ്ട്. റാഗിക്ക് വന്നിട്ട് ഹൈ കലോറി ഫുഡാണ്. 1 ടീസ്പൂൺ റാഗിക്ക് നമുക്ക് ഒരു 100-120 കലോറി വരും. അതുകൊണ്ടിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ റാഗിയാണ് ഇടുന്നത്. പിന്നെ ഒരു 5-6 കാഷ്നട്ട് ഇടുന്നുണ്ട്. കാഷ്നട്ട് ഒരെണ്ണത്തിന് നമുക്ക് 9 കലോറി വരും. അപ്പോൾ ടോട്ടൽ ഈ ഒരു സൂപ്പിൻ്റെ അതും സൂപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് നിറയെ ഉണ്ടാവും നമുക്ക്. അതിൻ്റെ 1/3 ഞാൻ കുടിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ പോയാലും ഒരു 150-200 കലോറിക്കുള്ളിൽ അത് കൺട്രോളാവും. ഇത് കാഷ്നട്ട് ഞാൻ 5-6 എടുത്ത്. അപ്പോൾ നമ്മൾ ഈ മത്തങ്ങ എല്ലാം നന്നായിട്ട് കുക്കറിൽ നിന്ന് തണുത്തതിന് ശേഷം അത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു 5-6 കാഷ്നട്ടും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് പഴയ പാനിൽ തന്നെ ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിൽ ഉപ്പ് ആവശ്യത്തിന് ഉണ്ടാകുന്നുള്ളത് നോക്കുക. ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ റാഗിപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് കണ്ണിനും സ്കിന്നിനും എല്ലാം ഈ സൂപ്പ് വളരെ നല്ലതാണ്. ഇതിൽ ഞാൻ ഫ്രഷ് ക്രീം, ബട്ടർ അതുപോലുള്ള യാതൊരു സാധനങ്ങളും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കലോറി നമുക്ക് വളരെ കുറവാണ്. അതുപോലെ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി ഉണ്ട്. ഇത് റാഗിപ്പൊടി ഞാനൊരു 1/2 ടീസ്പൂണ് ഇടുന്നല്ലേ, കാരണം റാഗി വന്ന് ഹൈ കലോറിയുള്ള ഒരു ഫുഡാണ്. പക്ഷേ നമുക്കിത് ഏകദേശം ഒരു ബൗള് ഫുള്ള്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുടിച്ച് ടേസ്റ്റ് നോക്കിയായിരുന്നു. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഡയറ്റിംഗ് ടൈമിലുള്ള സൂപ്പായത് കൊണ്ടിട്ട് നമ്മൾ ഫ്രഷ് ക്രീമൊന്നും ഞാൻ ഒഴിക്കുന്നില്ല. ഇപ്പം ഇതിൽ ഈ ഒരു കപ്പ് ഫുള്ള് ഞാൻ എടുക്കുന്നുണ്ട്. അടുത്ത ക്വാണ്ടിറ്റിയിൽ കുറച്ച് ഹസ്ബൻഡിനുള്ളതും ബാക്കി ബാലൻസ് ഉള്ളത് ഞാൻ വൈകിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ വൈകിട്ടും ഇതേ സൂപ്പ് തന്നെയാണ് ഞാൻ കുടിക്കുന്നത്. നല്ല സൂപ്പർ റെസിപ്പിയാണ്. നമുക്ക് വയറ് ഫുള്ളായിട്ടിരിക്കണ പോലെ ഇരിക്കും. ഒരു 4 to 5 hours വിശക്കത്തേയില്ല ഈ ഒരു ബൗൾ ഫുള്ള് കഴിച്ചിട്ടുണ്ടെങ്കിൽ. എന്നിട്ടും നിങ്ങൾക്ക് വയറ് ഫുള്ളാവുന്നില്ലെങ്കിൽ ക്യാരറ്റ് വെള്ളരി തക്കാളി ആ സാലഡ് കൂടി ഇതോട് ചേർന്ന് കഴിക്കാവുന്നതാണ്.
അപ്പോൾ അതിൽ നമുക്ക് എല്ലാ ന്യൂട്രീഷ്യസ് ഇതും ഐറ്റംസ് എല്ലാം കിട്ടുകയും ചെയ്യും, എന്നാൽ വയറ് ഫുള്ളാകുകയും ചെയ്യും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.